Hello everyone, it's me Chandru and ഈ വീഡിയോ ക്ലാസ് 8ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഒരു സ്കൂളിലേക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ഫസ്റ്റ് വീഡിയോ ആണിത്. ഓക്കെ, സോ അപ്പോൾ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷന് ശേഷം എന്തൊക്കെയാണ് സംഭവം എന്ന് പറയാം. അപ്പോൾ പറയുവാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ, അതായത് ഈ അയാം ചന്ദ്രൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇൻ ഷോർട്ട് ഫോം ICS നമ്മൾ തുടങ്ങിയത് ഒരു 2-3 വർഷമായിട്ടുണ്ട്. മെയിനായിട്ട് കേട്ടറ്റിന് വേണ്ടിയാണ് ക്ലാസ്സസ് ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്ലാസ് 8ാം ക്ലാസ്സിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ടീച്ചർ ട്രെയിനിങ്, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവാൻ വേണ്ടി കേട്ടറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യണം. LP UPയിൽ ഒക്കെ ടീച്ചേഴ്സ് ആവണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ LP UP ഹൈസ്കൂളിൽ, അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് എനിവേസ് നമ്മളിനി മുതൽ സ്കൂളിലേക്കും കൂടി ICS ഒരു സ്റ്റെപ്പ് വയ്ക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് വിത്ത് ദ ക്ലാസ് 8 ഹിന്ദി. അതായത് 8ാം ക്ലാസ്സിലെ ഹിന്ദിയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ മെയിനായിട്ട് ഹിന്ദി തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത്. മെയിനായിട്ട് കേട്ടറ്റിന് വേണ്ടി ഇപ്പം കേട്ടറ്റിൻ്റെ ഹിന്ദി ചെയ്യുന്നുണ്ട്, സൈക്കോളജി ചെയ്യുന്നുണ്ട്, സ്പോക്കൺ ഹിന്ദി വീഡിയോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ക്ലാസ് 8 ഹിന്ദി. ഓക്കെ, അപ്പോൾ 8ാം ക്ലാസ് ഞാൻ സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഞാൻ 8ാം ക്ലാസ്സാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു യൂട്യൂബിലും കൂടി ആ വീഡിയോസൊക്കെ ചെയ്യുവാണെങ്കിൽ എന്നോർത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് 8 ഹിന്ദിക്ക് വേണ്ടിയുള്ള അതിൻ്റെ സിലബസ് എന്തൊക്കെ ഈ ഒരു വർഷം പഠിക്കാനുണ്ട് അത് മൊത്തം നമ്മൾ ഒരു സീരീസ് ആയിട്ട് കവർ ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ May 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോ ദിവസവും ഓരോ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിനുള്ള വീഡിയോസ് കൂടി നമ്മുടെ ചാനലിൽ വരും. സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. പിന്നെ നമ്മളുടെ മറ്റ് ഇതിൽ പറയുവാണെങ്കിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്, അതിനകത്ത് കുറേ നോട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കേട്ടറ്റ് എക്സാമിന് വേണ്ടി നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ട് നമ്മൾ അതിനകത്തായിരിക്കും തട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഇത് നോക്കുവാണെങ്കിൽ അതിനകത്ത് കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് വെൽ പ്രിപ്പയർഡ് ആണ്. മീൻസ് നിങ്ങൾക്ക് ടെക്നോളജി കൂടുതൽ അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് ഫയൽ സെക്ഷനിൽ പോകാൻ നിങ്ങൾക്ക് നോട്ട്സും എല്ലാം വേണമെങ്കിൽ അതിൽ നിന്ന് എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. പിന്നെ എന്താണ്, ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. പിന്നെ നമ്മളുടെ ടെലിഗ്രാം ചാനൽ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ID ഉണ്ട്, അയാം ചന്ദ്രൂസ് തന്നെയാണ് അതിൻ്റെ പേരും. ഓക്കെ, സോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ക്ലാസ് 8 ഹിന്ദിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്കൂൾ സെക്ഷനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന ഒരു സുദിനമാണെന്ന്. സോ നമുക്ക് ക്ലാസ് 8 ഹിന്ദിയിൽ, അതിൽ 8ാം ക്ലാസ്സിലെ ഹിന്ദി എന്തൊക്കെ പഠിക്കണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു സീരീസ് ആയിട്ടാണ്, എപ്പിസോഡ് വൈസ് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 5 മൊഡ്യൂൾസ് ഉണ്ട്, അധ്യായങ്ങളുണ്ട് ഇതിനകത്ത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഷഹൻഷാ അക്ബർ കോ കോൻ സിഖായക എന്ന് പറയുന്ന ഒരു ലോക് കഥ, അല്ലെങ്കിൽ ഒരു ഫോക്ക് സ്റ്റോറി നമുക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷം ഗ്യാൻമാർഗ് എന്ന് പറയുന്ന ഏകാംഗിയുണ്ട്. പിന്നീട് മേം ഇദർ ഹൂം എന്ന് പറയുന്ന ഒരു കവിത. ഇതാണ് മൊഡ്യൂള് 1-നകത്തുള്ളത്, അല്ലെങ്കിൽ ഇക്കായി 1-ലുള്ളത്. ഇനി രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ സുഖദുഃഖ് എന്ന് പറയുന്ന കവിത, പിതാക്കാ പ്രായച്ചിത് എന്ന് പറയുന്ന ഒരു സംസ്മരൺ, മേരെ ബച്ചേക്കോ ഡാറ്റ അലർട്ട്, ഓ നോ. ഓക്കെ, മേരെ ബച്ചേക്കോ സിഖായം എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. പിന്നെ ഉജാല എന്ന് പറയുന്ന ഒരു കഹാനി. ഇങ്ങനെ ഒരു 4 സംഭവങ്ങളാണ് മൊഡ്യൂൾ 2-ലുള്ളത്. ആൻഡ് തേർഡ് എടുക്കുകയാണെങ്കിൽ ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന് പറയുന്ന കവിത, ബാത്ത് ഉസ് മംഗൾവാർക്കി എന്ന് പറയുന്ന ഡയറി, പിന്നെ ഒരു ദോഹയുണ്ട്, കബീർദാസിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു, അതുണ്ട്. പിന്നെ ബട്ടേവു എന്ന് പറയുന്ന ലോക്കഥയുണ്ട്. ഇങ്ങനെ ഒരു 4 സംഭവമാണ് മൊഡ്യൂൾ 3-ലുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ 4-ലേക്ക് പോവുകയാണെങ്കിൽ ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്തര ഒരു ചിത്ര കഹാനിയുണ്ട്, ഇസ് ബാരിഷ് മേ കവിതയുണ്ട്, ജൽ ബാങ്ക് എന്ന് പറയുന്ന വ്യംഗ്യലേഖമുണ്ട്, മർണ എന്ന് പറയുന്ന കവിതയുണ്ട്. ഇനി ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുവാണെങ്കിൽ സഫേദ് ഗുഡ് എന്ന് പറയുന്ന കഹാനിയുണ്ട്, ഖൂബ്സൂരത് അനുഭൂതി ഹെ എവറസ്റ്റ് എന്ന് പറയുന്ന സാക്ഷാത്കാരമുണ്ട്. ഞാൻ എൻ്റെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്ത് ഞാൻ എടുത്തത്, 1 മാസത്തെ ഇൻഡക്ഷൻ ടൈമിൽ ഞാൻ എടുത്തത് ഈ ഒരു സംഭവമാണ്. അത് GMHSS പാലക്കാട് സ്കൂളിൽ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് വോ സുബ കബീത്തോ ആയേഗി എന്ന് പറയുന്നൊരു ഗീതമുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് മൊഡ്യൂൾ 5-ലുള്ളത്. ഓക്കെ, ഇതാണ് എൻ്റെ ഇൻസ്റ്റ ID. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളായതുകൊണ്ട്
ഏറ്റവും സിമ്പിളായിട്ടായിരിക്കും നമ്മൾ ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആൻഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫുൾ ആക്ടിവിറ്റീസ് നമ്മൾ കവർ ചെയ്യും. അതുപോലെ തന്നെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് നമുക്ക് ആലോചിക്കാം. ബട്ട് എനിവേസ് ടെക്സ്റ്റ് ബുക്കും അതിലെ ആക്ടിവിറ്റീസും എന്തായാലും കവർ ചെയ്യും. പിന്നെ ഓരോന്നിൻ്റെ മീനിങ് ബേസ് നമ്മൾ ഓരോരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. പിന്നെ ഇൻസ്റ്റ ഐ ഡിയിൽ കുറേ വീഡിയോസൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.